തഹസിൽദാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെപ്പോഴും അവിടെ നിന്ന് വിട്ടത്? അതും വിട്ടതല്ല അത്രേ, സുഖമെന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ. എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങി എടുത്തടാ, ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. വിതച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണം. നീ ഉറങ്ങിയോടി? അയ്യോ, എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്ത് നിനക്ക് പെട്ടെന്ന് വയസ്സായല്ലോടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു 2 തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏത് നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് താനും. ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ? എന്ന് വെച്ചാൽ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് വന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേര് ഇല്ലാതാക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? ഓ, സൽപ്പേര്! ആ സൽപ്പേരാ എന്റെ 2 കാലിലും നീരായിട്ട് കിടക്കുന്നത്. കണ്ടോ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ, അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ. ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന ആ കോന്തന്മാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം? എന്നെ ധിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ, അത് ഞാൻ കാര്യമാക്കാറില്ല. എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കളാരെങ്കിലും കിടന്ന് തുള്ളിയാലേ മക്കളാന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇതൊരു തരം മാടമ്പിത്തര. ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി. പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കൽ ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത്. ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഓരോരുത്തർ കിളവന്മാരാകുന്നത്. ഈ മനുഷ്യന്റെ മനസ്സൊന്നും മാറുന്നില്ലല്ലോ ഭഗവതി. മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തരം കാണിക്കരുത്. 2 ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്? അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്തായാലും എപ്പോ? മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നാണല്ലോ പോസ്റ്റ്മാൻ കാതർകുട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? ആ വിലാസിനിക്ക് കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു. അത് സംസാരിക്കാനാണ് ഞാൻ അവിടെ പോയത്. ഇഞ്ചി കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിന്ന് എനിക്ക് വന്നൊരു റേസ് പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർകുട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ, അത് നേരാ. അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ, അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ PKT പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസറോടെ അമ്മാവാ? സാധനം കീശ കാണും. ട്രൗസറോടെ? ആ ട്രൗസറാ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത്. എന്റെ ജോലി കഴിഞ്ഞല്ലോ. ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതാ. ഏത് പോക്കറ്റിലാ? ഇവിടെ കാണാം. വരട്ടെ, തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാക്കി. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട്. കേട്ടിടത്തോളം വെച്ച് ഇതാകപ്പാടെ ഒരു നനഞ്ഞ പണിയാണല്ലോടാ. നിന്റെ കയ്യിലുള്ള പഠിത്തം വെച്ച് ഇതിലും വലുതൊന്നും കിട്ടൂലേ? ഇപ്പോ മാനേജ്മെന്റ് ട്രെയിനിയാ, പിന്നീട് മാനേജർ ആകാം. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തസ്സുള്ള പണിയാണോടാ മച്ചമ്പി? ആവശ്യത്തിന് അന്തസ്സൊക്കെ ഉണ്ട്. PKT എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു വെട്ടിപ്പൊട്ടുന്ന പോലില്ലേ? എന്ന് പറയുമ്പോൾ അതിലും ശബ്ദമുണ്ട്. ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിലേ എനിക്കൊരു മനപ്രയാസമുള്ളൂ. വായിക്കാൻ അറിയാൻ മേലാതെ മച്ചമ്പി എന്തിനാ കടലാസ് പിടിച്ചോണ്ടിരിക്കുന്നത്? അത് ഇവന് കൊടുക്ക്. ഈ വീട്ടില് 4 അക്ഷരം പഠിച്ചെന്ന് പറയാൻ ഇവൻ മാത്രല്ലേ ഉള്ളൂ. ഈ തറവാടിന്റെ പേര് പുറത്തൊക്കെ ഒന്ന് അറിയട്ടെ. എന്താ? ഇവൻ പോണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഏട്ടന്മാർ 2 ആളും എന്നെ കൊണ്ട് ഒരു കാശും ചെലവാക്കിയിട്ടില്ല. അതേസമയം ഇഷ്ടം പോലെ സമ്പാദിച്ചു തന്നിട്ടുമുണ്ട്. നിന്നെ പഠിപ്പിക്കാൻ ചെലവാക്കി എന്റെ പലിശയെങ്കിലും എന്റെ ഈ വരണ്ടേ? PKT എങ്കിൽ PKT. ഒരു 4 കാശ് കൊണ്ടുപോവാ.
என்னாச்சு? என்ன கத்துறீங்க? ஏன்டா திருட்டு முண்டம், சாவறதுக்கு உனக்கு வேற இடம் கிடைக்கல? என்னடா திருட்டுன்னு முழிக்கிற? ஆளை பார்த்தா தடிமாடு மாதிரி இருக்கிற. கேக்குறல்ல, பதில் சொல்டா. டேய், நீ தற்கொலை பண்ணிக்கிற என் வண்டி தானே கிடைச்சது? என்ன என்னாச்சு? டயர் ஏறி இருந்தா இந்நேரம் இவன் சட்னியா இருப்பான். அப்புறம் நான் ஜெயிலுக்கு போயிருப்பேன். அடிக்காதப்பா. ஒருத்தர் தற்கொலை பண்ணா ஏதாவது காரணம் இருக்கும். என்னன்னு கேட்போமே. ஏன் தம்பி, நீ யாரு, எங்க இருந்து வர்ற? ഞാൻ ഹരികൃഷ്ണനാണ്. ഈ ലോറിയുടെ കമ്പനിയിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. கேட்டியாப்பா? அடிக்கிறதுக்கு முன்னாடி காரணத்தை கேட்டுக்கணும். இந்த ஆளு உன் கம்பெனிக்கு புது மேனேஜர். അയ്യോ, വണക്കം സാർ, വണക്കം. പറഞ്ഞോളൂ, ഞാൻ മലയാളം മറന്നിട്ടില്ല. മലയാളിയാ? ആ. അയ്യോ, വെളുപ്പിന് വന്നപ്പോ മുറി കിട്ടിയില്ല. ആ. ഞങ്ങളുടെ കമ്പനിയുടെ ലോറി കിടക്കുന്ന കണ്ടപ്പോ വന്ന് നോക്കി. ഡ്രൈവർ അകത്തും ക്ലീനർ മുകളിൽ ഉറങ്ങുന്നത് കണ്ടു. ഉണരുമ്പോ ഇതിൽ തന്നെ കയറി ഓഫീസിൽ ചെല്ലാലോ എന്ന് വിചാരിച്ച അതിന് അടിയിൽ കയറി കിടന്നത്. ആകെ അബദ്ധായി. ഒരു ടീ? അയ്യോ വേണ്ട, ജീവൻ തിരിച്ചു കിട്ടിയില്ല അണ്ണാച്ചി, അത് മതി. രണ്ടാം ജന്മാണെന്ന് കരുതിയാ മതി. ചായ കുടിക്കേ, ഒന്ന് ചൂടാവട്ടെ. കാണാൻ ഇത്തിരി ഭംഗിയും ചുവപ്പൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് എന്തിനാ ലോറിയുടെ അടി കിടന്ന് ജീവിതം കളയുന്നത്? നാട് വിട്ടു പോന്നാ? ഞാൻ കുട്ടൻ നായർ, ചങ്ങനാശ്ശേരിക്കാരനാ. ഇത്തിരി സംഗീതക്കമ്മുണ്ടായിരുന്നു, തകില് കൊട്ടു. എന്റെ 17ാമത്തെ വയസ്സില് ഇവിടെ ഒരു അമ്പലത്തിൽ കച്ചേരിക്ക് വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഇവിടെ അങ്ങോട്ട് കൂടി. സംഗീതമാകുമ്പോ ഇത്തിരി ശൃംഗാരൊക്കെ ഉണ്ടാവുമല്ലോ. ആ ശൃംഗാരത്തിന്റെ കലാശക്കൊട്ടാണ് സ്ത്രീ രൂപത്തിൽ അവിടെ നിന്നത്. രാവിലെ ഒരു കുളി നിർബന്ധമാണെങ്കിൽ അടുത്ത് പൈപ്പുണ്ട്. ഇനിയിപ്പോ എന്തിനാ ഒരു മുറി എടുക്കണേ? ഇവിടത്തെ വെള്ളത്തിൽ സോപ്പും പതയുന്നില്ലല്ലോ. മോളെ, വടക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന മുറി വാടകയ്ക്ക് വരുമെന്ന് അവൻ ചോദിച്ചു. ഞാൻ എന്താ പറയാ? അത് വാടകയ്ക്ക് വേണോന്ന് അച്ഛൻ തന്നെയല്ലേ അങ്ങോട്ട് ചോദിച്ചത്? പിന്നെ എന്തിനാ എന്റെ ഒരു സമ്മതം? അല്ല, അത് அந்த ஆடு வா. എനിക്ക് ഇവിടുത്തെ சாமி ഒന്ന് കാണണം. ഏരിയ മാനേജർ சாமி. நான் தான் அந்த ஏரியா மேனேஜர் சாமி. இந்த ஏரியா எல்லாமே என் கையில தான். ഗുഡ് മോർണിംഗ് സാർ, ഞാൻ ഹരികൃഷ്ണൻ. പുതിയ മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് പോസ്റ്റിംഗിന് വരുന്നത് ഞാനാ. இந்த ஊர்வலம் கூட தானே வந்தது. മരിച്ചതാര്? അതെന്റെ വളരെ അടുത്തൊരു ബന്ധുവല്ലേ സ്വാമി. ജോയിൻ ചെയ്യേണ്ട ദിവസമായതുകൊണ്ടേ അനുഗ്രഹം തന്നു വിട്ടതാ. தள்ளு 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 தள்ளு. அடே மாணிக்கம், யாரடா செத்து போனது? என்ன சாமி உங்களுக்கு தெரியாதா? நம்ம ராமநாதபுரத்து எம்பி இல்ல, அவரோட அப்பா தானே செத்து போனவரு. அவருக்கு சொந்த ஊரே இதானங்க. அப்படியா? ராமநாத் ஒரு எம்பி உனக்கு யாரு தம்பி? പിന്നെ അവർക്ക് വലങ്കയെ ഞാനല്ലേ സ്വാമി. அப்படியா? அந்த கையை கொஞ்சம் நான் பிடிக்கட்டும். തീർന്നോ? ഇല്ല, കുറച്ചുകൂടെ ഉണ്ട്. எங்கடா அந்த தேவடி அம்மாவ? ஏண்டா அவளத்தை பத்தி பேசுனவ நீதானே? அவ அப்ப கைய வச்ச கவுண்டர் தான். இனிமே பவனத்தை நினைப்பியாடா? இனிமே பவன பேர சொல்லுவியாடா? വാ.
സാർ ഇങ്ങോട്ട് വന്നേ, സാർ ഇങ്ങോട്ട് വന്നേ, പറയട്ടെ, സാർ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? അവരെല്ലാം കൂടി അവനെ തല്ലി കൊല്ലും. അതിന് സാറിനെന്താ? അവർ കൗണ്ടർ ആൾക്കാരാ, അതിലിടപെട്ട കുഴപ്പമാ. தப்பு பண்ண மாட்டியா? அவழத்தை நினைச்ச நெஞ்ச பொழந்துரு. மாமா, இந்த பையல காப்பாத்துறதுக்கு ஒருத்த வந்தான். அவனையும் ஒரு கை பாத்துருவோமா? எங்கடா அவன்? വേണ്ട സാറേ, കൗണ്ടർ അടുത്തേക്ക് പോകരുത്. തെറ്റ് ചെയ്തത് അവനല്ലേ, അടി അവൻ കൊള്ളട്ടെ. എടോ വേണ്ട സാറേ. തറവാട്ടിലെ കുളത്തിൽ ചാടി മറിഞ്ഞ് കുളിച്ച് ഇവിടെ ഈ കുഴലിന്റെ ചോട്ടിലിരിക്കുമ്പോ ഒരു മനപ്രയാസം ഉണ്ടാവൂലേ? ഏയ്, ഇതൊക്കെ ഒരു അനുഭവല്ലേ? അനുഭവമൊക്കെ തന്നെയാ. എന്നാലും ഇന്ന് മാരിമുത്തുവിന്റെ കൈകൊണ്ട് കിട്ടിയപ്പോഴുള്ള അനുഭവം ഇനി വേണ്ട. 30 വർഷമായിട്ട് പെരിയ കൗണ്ടർ അറിയുന്നുണ്ട് പറയാ, തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോ എണ്ണ തേച്ച് കുളിക്കാൻ തല കാണില്ല. അറിഞ്ഞും കണ്ടൊക്കെ നിന്നാ കുടിച്ച അമ്മിന്റെ പാല് വയറ്റി കിടക്കും. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ആ മാരിമുത്ത് തല്ലുന്നതിന്റെ ഇടയ്ക്ക് പവിഴം പവിഴന്ന് വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. കൗണ്ടർക്ക് എന്താ രത്നത്തിന്റെ ബിസിനസ്സാ? അല്ല, ഈ പവിഴം മരതകം മാണിക്കുന്നൊക്കെ പറയുന്ന രത്നങ്ങളല്ലേ? നേരാ, കൗണ്ടറയിൽ രത്നമുണ്ട്. രത്നം എന്ന് പറഞ്ഞാൽ തനി പവിഴം, നല്ല ഒറിജിനൽ. പലരും മനസ്സിൽ വില പറഞ്ഞ് മോഹിച്ചു നോക്കിയതാടോ, ഒത്തില്ല. പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി കിട്ടിയതാ? ഏയ്, കൗണ്ടർ ഒറ്റയ്ക്ക് കുഴിച്ചെടുത്തതാ. കുഴിച്ചത് കൗണ്ടർ, രത്നം എടുത്ത് മടിയിൽ വെച്ചു കൊടുത്തത് കൗണ്ടർ. എന്ന് വെച്ചാ ഒരേ ഒരു പ്രസവം, ഒരേ ഒരു മോള്, അവളാണ് പവിഴം. കാണാൻ പറ്റുമോ? നല്ല അടി നാട്ടിൽ കിട്ടില്ലേ? ഇവിടുന്ന് തന്നെ വേണോ? വെറുതെ ഒന്ന് കാണാനാ. എന്നാ അടുത്ത വെള്ളിയാഴ്ച കൗണ്ടറുടെ വീട്ടിലൊരു ആഘോഷമുണ്ട്. അയാളുടെ ജന്മദിനം. എന്റെ തകിൽ വായന കേൾക്കുകയും ചെയ്യാം, നിനക്ക് അവളെ കാണുകയും ചെയ്യാം. എന്താ?